വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെല്ലർ. ഫിനിക്സ് ഗേൾ ഭാഗം 36 തുടരുന്നു. കേദാർ മീയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. കൃഷ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷങ്ങളിൽ. ചിരിയോടെ നിൽക്കുന്ന മീയയുടെ ഉള്ളിൽ എന്താണെന്ന് അവന് മാത്രമല്ലേ അറിയുകയുള്ളൂ. കേദാർ പിന്നെയും തുടർന്നു. ഇന്ന് ഇങ്ങനെ ഞാൻ വന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഇല്ല എന്നവൻ ഒരുപോലെ തലയാട്ടി. അവൻ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ഗീതാന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് കണ്ടതും അവന്റെ മുഖം മാറുന്നതും അവരിരുവരും ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ പുറത്തേക്ക് പോയി. അത് കാത്തു നിന്നതുപോലെ കൃഷ് മിയയ്ക്ക് അരികിൽ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. മിയ, നീ ഓക്കെ അല്ലേ? നീ എന്തെങ്കിലും പറ, ഞാൻ പറയട്ടെ അവനോട് നിന്റെ ഇഷ്ടത്തെപ്പറ്റി. കൃഷ് വേവലാതിയോട് ചോദിച്ചു. നീ എന്ത് പറയാനാ പറയുന്നേ? എന്നെ സഹോദരിയെ പോലെ കാണുന്നവന്റെ അടുത്ത് പോയിട്ട് ഞാൻ അവനെ പ്രണയിക്കുകയാണ് എന്ന് പറയാനോ? വേണ്ട, അവൻ എന്നെ മോശമായി കണ്ടാലോ? ഒന്നും പറഞ്ഞില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും സാരമില്ല. അവന്റെ കണ്ണുകളിൽ എന്നോടുള്ള വെറുപ്പ് കാണാൻ വൈകിടാ. എങ്ങനെ പോകുന്നതെങ്കിൽ പോകട്ടെ. പറയുന്നതിനൊപ്പം നീയെ മിങ്ങിപ്പോയി. കൃഷ് എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും കേദാർ റൂമിലേക്ക് കയറി വന്നു. അത് കണ്ട് അവൾ മുഖം തുടച്ച് നേരെയിരുന്നു. എന്നിട്ട് അവനെ നോക്കി ചെറു പുഞ്ചിരി തൂങ്ങി. എന്നിട്ട് അവൾ പുഞ്ചിരിയോടെ അവർക്കുള്ള ഭക്ഷണവും വിളമ്പി. അവർക്കൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ശേഷം മൂവരും ടെറസിൽ കൂടി. മീ അവർക്കൊപ്പം വരാൻ താല്പര്യപ്പെട്ടില്ല എങ്കിലും അവരുടെ നിർബന്ധം കാരണം അവർക്കൊപ്പം ചേരേണ്ടതായി വന്നു. ബിയർ കുടിച്ച് ആകാശത്തേക്ക് നോക്കി കിടക്കുന്നു കേദാർ അവരോട് പറഞ്ഞു തുടങ്ങി. നിങ്ങൾക്കറിയോ, എനിക്കൊരു പ്രണയമുണ്ട്. ആർക്കും അറിയാത്ത എൻ്റെ ഉള്ളിൽ മാത്രമുള്ള പ്രണയം. അവൻ്റെ വാക്കുകൾ കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല മീ. എന്നാലും അതവൾ കേൾക്കാൻ തയ്യാറായി. അവളുടെ മനസ്സറിഞ്ഞതുപോലെ ചേർത്ത് പിടിച്ച് കൃഷും അവളുടെ ഒപ്പം ഇരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഉറഞ്ഞു പോയൊരു മുഖമുണ്ട്. മൗനി. മൗനി? കൃഷ്യ സംശയത്തോടെ ചോദിച്ചു. നിങ്ങൾക്കറിയാം കക്ഷി ആളൊരു ബിക്കിനി മോഡലാണ്. ആര്? മൗനി. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? താൻ എന്തൊക്കെയാണോ പറയുന്നത്? ഞെട്ടലോടെ ചോദിച്ചു. അത്രയും ആരാധകരുള്ള ടോപ്പ് ട്രെൻഡിങ് മോഡൽ അവളാണ് കേദാറിന്റെ പ്രണയമെന്ന് അവർക്ക് ഇരുവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇന്ന് നിങ്ങൾ കാണുന്ന പോലെ അങ്ങനെ ഒരു കാലമില്ലായിരുന്നു അവൾക്ക്. ഒരുപക്ഷെ അവളുടെ അവസ്ഥയായിരിക്കണം ഇങ്ങനെ ഒരു ലൈഫ് അവൾ തിരഞ്ഞെടുക്കാൻ. എനിക്കറിയുന്ന മൗനി അവൾക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളല്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ? മേടർച്ചയോട് ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. പ്രണയം എനിക്ക് മാത്രമാണോ? 15 വയസ്സുകാരൻ്റെ മാത്രം ഒരു ഉള്ളിൽ ഒതുങ്ങിയ ഒരു ചെറിയ പ്രണയം. കേദാറിന്റെ ചോദ്യം കേട്ട് കൃഷി. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് വർഷമായിടോ? മനസ്സിലായില്ല. കേദാർ ചിരിയോടെ ചെറുപ്പകാലം അവരുടെ മുന്നിൽ പറഞ്ഞു. എല്ലാം ശ്രദ്ധയോടെ കേട്ട മിയെ ചോദിച്ചു. എന്നിട്ടെന്താ പറയാത്തത്? പറയണം. പക്ഷേ ഇപ്പോൾ പ്രണയത്തെക്കാൾ വലിയൊരു കടമ എൻ്റെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ച് റേപ്പ് കേസുകൾ വന്നിരുന്നു. കേദാർ അവർ ഇരുവരെ നോക്കി സീരിയസ് ആയി പറഞ്ഞു. ഓർക്കാൻ പോലും എന്തോ പോലെ. അല്ല, അത് നീയായിട്ടെന്താ? ആ കേസുകൾക്ക് പുറകെയായിരുന്നു കുറച്ചായിട്ട് ഞാൻ. ആ കുട്ടികൾക്ക് അവർക്ക് നടന്നത് എന്താണെന്ന് പോലും ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞത്? അവന്റെ വാക്കുകളിലെ സീരിയസ്നെസ് കേട്ട് മിയ തലയാട്ടി. എന്നിട്ട് അവൾ പറഞ്ഞു, അതെ, അവർക്കുള്ളിൽ ഒരു ഡ്രഗ്സ് ചെന്നിട്ടുണ്ട്. അത് തന്നെയാണ് ആ കാര്യങ്ങൾ അവർക്ക് ഓർമ്മയില്ല എന്ന് പറയാൻ കാരണം. അതെ, ഈ ഡ്രഗ്സ് അത് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ല. ബട്ട് ഇതെങ്ങനെ ആ കുട്ടികളിൽ? അതായിരുന്നു എനിക്ക് അറിയേണ്ടത്. കാരണം അത് കണ്ടെത്തുന്നതിന്റെ ഓട്ടത്തിലായിരുന്നു ഞാൻ. എന്നിട്ട് നീ അത് കണ്ടുപിടിച്ചോ?
ഋഷി ഞെട്ടലോടെ ചോദിച്ചു. കേദാരൻ തലയാട്ടി. ഇത്ര പെട്ടെന്ന് എങ്ങനെ? നിങ്ങൾ കരുതുന്നത് പോലെ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 3 വർഷമായി ഞാൻ ഇതിന്റെ പുറകെയാണ്. നീ എന്തൊക്കെയാണ് പറയുന്നത്? കൃഷ്ണൻ വിശ്വസിക്കാനാകാത്ത പോലെ ചോദിച്ചു. അതേടോ, എൻ്റെ സഹോദരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ അന്നു മുതൽ ഞാൻ അവർക്ക് പുറകെയുണ്ട്. അവളുടെ മരണം